ലോക്സഭയിലെ സീറ്റ് എണ്ണം 850 ഉയർത്തി. വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നാളെ ബിൽ അവതരിപ്പിക്കാനിരിക്കെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉടൻ യോഗം ചേരും. ബില്ലിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ആവർത്തിച്ച് പ്രതികരിക്കുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക്. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ 3 ദിവസത്തെ പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വനിതാ സംവരണം നടപ്പാക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ. എന്നാൽ മണ്ഡല പുനർനിർണയം തിരക്കിട്ട് നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ബില്ലിൽ മേൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് യോഗം ചേരും. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ സംസ്ഥാനത്തു നിന്നുള്ള എംപിമാരുടെ യോഗം വിളിച്ചു. തമിഴ്നാട് strictly followed that formula. If the delimitation exercise, even though they say that there will be a proportionate increase in the number of seats, what will be the proportionate representation in UP and what will be the proportionate representation in Tamil Nadu is the question. They want the states which they are ruling to have more number of MPs. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്താൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം സർക്കാരിന് ലഭിക്കില്ല. മണ്ഡല പുനർനിർണയമില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകൾ പ്രതിപക്ഷം പാർലമെന്റിലെ ചർച്ചയിൽ അവതരിപ്പിച്ചേക്കും. ഇതിനിടെ വനിതാ സംവരണത്തെ പിന്തുണച്ച് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 24 ഡൽഹി. എന്തായാലും വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം യോഗം ചേരുന്നുണ്ട്. യോഗം തുടങ്ങിയിട്ടുണ്ട്. ഇവരുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എതിർപ്പ് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. വനിതാ സംവരണം എന്നാണ് കോർ വിഷയമെങ്കിലും അതിന്റെ മുന്നോടി നടപ്പാക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ മണ്ഡല പുനർനിർണയമാണ്. അതിൽ സ്വാഭാവികമായും ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കോട്ടം തട്ടും, അവരുടെ സീറ്റുകൾ കുറയും, വടക്കോട്ട് സീറ്റുകൾ കൂടും. അത് BJPക്ക് അനുകൂലമാകുമെന്ന നിറയറ്റിൽ തന്നെ ചർച്ച. എപ്പോഴാണ് ചർച്ച തുടങ്ങിയത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയിൽ ഉരുതിരിഞ്ഞു വരാൻ സാധ്യതയുള്ളത്? സുഹേൽ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇപ്പോൾ യോഗം ചേരുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ അടക്കം പ്രമുഖ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RJD അധ്യക്ഷൻ തേജസ്വി യാദവ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ ജോസ് കെ മാണി, അതുപോലെ തന്നെ മറ്റ് CPM, CP അടക്കമുള്ള പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതാ സംവരണമല്ല, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന മണ്ഡല പുനർനിർണയ ബില്ലിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആശങ്ക രേഖപ്പെടുത്തുന്നത്. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. കൃത്യമായ കൂടിയാലോചനകൾ നടത്താതെയാണ് ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 29 ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർവകക്ഷി യോഗം വിളിക്കണം. അതിൽ കൃത്യമായ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം ബില്ല് കൊണ്ടുവന്നാൽ മതി എന്നതായിരുന്നു പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ചിരുന്ന ആവശ്യം. പക്ഷേ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുകയും വനിതാ സംവരണ ബില്ലുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ആദ്യം 2026 സെൻസസ് നടപടികൾക്ക് ശേഷം മണ്ഡല നിർണയം നടത്തുക, അതിനുശേഷം വനിതാ സംവരണം നടപ്പിലാക്കുകയായിരുന്നു 2023 പാസാക്കിയ ബില്ലിലുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ഭേദഗതി 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മണ്ഡല പുനർനിർണയം നടത്തുക, അതിനുശേഷം വനിതാ സംവരണം നടപ്പാക്കുക എന്ന നിലപാടിലേക്ക് കേന്ദ്രം പോകുന്നു. പക്ഷേ ഇത് കൃത്യമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പ്രാതിനിധ്യം നഷ്ടപ്പെടുത്താനുള്ള കാരണമാകും. വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി മണ്ഡല പുനർനിർണയ ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പാർട്ടികളും കൃത്യമായി അവരുടെ നിലപാടുകൾ ഇന്നത്തെ യോഗത്തിൽ വ്യക്തമാക്കും. എന്തായാലും ഈ യോഗത്തിന് മുൻപ് കോൺഗ്രസ് നേതൃത്വ യോഗവും നടന്നിരുന്നു, സ്ട്രാറ്റജിക് മീറ്റിംഗ് ചേർന്നിരുന്നു. കൃത്യമായി സ്വീകരിക്കേണ്ട നിലപാടുകൾ കോൺഗ്രസും ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് ഈ യോഗത്തിൽ വയ്ക്കുന്നതിനൊപ്പം തന്നെ മറ്റു പാർട്ടികളും അവരുടെ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലെ ലോക്സഭയുടെ അംഗസംഖ്യയായ 543 വനിതാ സംവരണം മുന്നോട്ട് പോവുക, യാതൊരുവിധ മാറ്റങ്ങളും വേണ്ട എന്നുള്ള ചില വ്യവസ്ഥകൾ ഒരുപക്ഷെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും എന്നതാണ് മനസ്സിലാകും. എന്തായാലും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ശരിയാണ്, പാർലമെന്ററി പ്രൊട്ടസ്റ്റിന് അപ്പുറത്തേക്ക് പൊതുജനങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങൾ കടക്കുമോ? ഈ പറഞ്ഞതുപോലെ വനിതാ സംവരണം അനിവാര്യമാണ്, പക്ഷെ അതിന്റെ മറപിടിച്ച് മണ്ഡല പുനർനിർണയമാണ് നടത്തുന്ന ആരോപണം ശക്തിപ്പെടുത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.